ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഡോക്ടർ വയലറ്റ് പ്രിൻസസ് യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ അമേരിക്കൻ യാത്രയുടെ സെക്കൻഡ് പാർട്ട് വ്ലോഗാണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടുകാരോടും കൂട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് ഇമിഗ്രേഷന് മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇമിഗ്രേഷന് ചെന്ന് കുറച്ച് നേരത്തെ തന്നെ എല്ലാം സെറ്റാക്കിയിട്ട് ഗേറ്റിലെടുത്ത് പോയിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. പിന്നെ ഫ്ലൈറ്റിൽ കയറാൻ നേരത്ത് കൂടുതൽ ഹറിയപ്പ് ആവേണ്ട, റഷൊന്നും വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇമിഗ്രേഷന് തന്നെ നേരെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടുന്ന് തന്നെ എൻ്റെ വൈഫൈ ആക്സസ് ഒക്കെ ഞാൻ ചെയ്തിട്ട് ഇമിഗ്രേഷനൊക്കെ ചെയ്തു. പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ എടുത്ത് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മൗത്ത് വാഷ് വാങ്ങിക്കണമായിരുന്നു. ബിക്കോസ് എന്തായാലും ഒരു 1 ഡേ ഹോൾ ഡേ നമ്മളിരിക്കുമ്പം ബ്രഷ് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല. അതുകൊണ്ടൊരു മൗത്ത് വാഷ് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മൗത്ത് വാഷ് വാങ്ങിച്ചു. അത് വരുന്ന വഴിക്ക് വാങ്ങിക്കാനൊന്നും പറ്റിയില്ല, അപ്പോൾ ഇവിടുന്ന് തന്നെ വാങ്ങിച്ചു. പിന്നെ കുറേ നേരം ഞാനിങ്ങനെ അഗാധമായി എന്തോ ചിന്തയിലൊക്കെ ഏർപ്പെട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തോ പെട്ടെന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ഒരു ഫീലുണ്ടായിരുന്നു. എല്ലാവരെയും വിട്ട് പിരിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനിങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഒരു 1:30-2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് വല്ലാണ്ട് വിശന്നു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, 500 രൂപയെങ്കിൽ 500 രൂപയ്ക്ക് ഒരു ബർഗറൊക്കെ വാങ്ങിച്ചങ്ങ് കഴിച്ചു കേട്ടോ. സ്ട്രെസ് ഈറ്റിംഗ് ആണെന്നൊന്നും എനിക്കറിയില്ല. അതിനുശേഷം ഫ്ലൈറ്റ് എടുക്കാറായി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എമിറേറ്റ്സിൽ കയറാൻ പോവാണ് കേട്ടോ. എമിറേറ്റ്സിൽ കയറിയപ്പോഴാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എനിക്ക് മനസ്സിലായത്. ബിസിനസ് ക്ലാസ് ഒന്നും അല്ല, എക്കോണമിയിലാണെങ്കിൽ കൂടി ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ എമിറേറ്റ്സിൽ. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്കൊരു എന്താ പറയുക, എയർ ഇന്ത്യയിൽ നേരത്തെ ഞാൻ ഇൻഡിഗോയിലും ട്രാവൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. പ്രത്യേകിച്ച് എയർ ഇന്ത്യയുടെ ഈ റീസെൻ്റ്ലി നടന്ന ഒരു ഡിസാസ്ട്രസ് ഒരു ഇവൻറ്റ് കാരണം തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എമിറേറ്റ്സിൽ തന്നെ ബുക്ക് ചെയ്തത് കേട്ടോ. എനിക്ക് സൈഡ് സീറ്റാണ് കേട്ടോ ഫുള്ള് ബുക്ക് ചെയ്തത്. എന്തായാലും എനിക്കിങ്ങനെ വ്ളോഗ് എടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ ഉള്ളത് കാര്യമായതുകൊണ്ട് തന്നെ എനിക്ക് സൈഡ് സീറ്റാണ്. നോർമലി മിസ്റ്റർ കാര്യമായിട്ട് ബുക്ക് ചെയ്തത് ഏറ്റവും അറ്റത്തെ സീറ്റായിരുന്നു. ബിക്കോസ് അവന് കുറച്ച് നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് എല്ലാവരും ലോങ് ട്രിപ്പിനൊക്കെ ബുക്ക് ചെയ്യാറ്. പക്ഷേ എനിക്ക് സൈഡ് സീറ്റാണ് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നു. പക്ഷേ എനിക്ക് വേണ്ടാന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ അടുത്തിരുന്ന ചേട്ടൻ ഒരു 35+ ഏജുള്ളൊരു പുള്ളിക്കാരനായിരുന്നു. ഇത് പേര് പോലും ചോദിച്ചില്ല. പക്ഷെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും കഴിക്കുക, എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ഇഷ്ടമുള്ളത് കഴിച്ചിട്ട് കിടന്നാൽ മതി എന്ന് പറഞ്ഞ് എനിക്കും കൂടി വേണ്ടിയിട്ട് പുള്ളി ഫുഡ് വാങ്ങിച്ച് എന്നെ കൂടി നിർബന്ധിച്ച് കഴിപ്പിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ പേര് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് ഫസ്റ്റ് ഇത് തന്നെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ തന്നെ എനിക്ക് ഒറ്റയ്ക്കാണ് പോകുന്നത്, അതിൻ്റെ ഒരു സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി എനിക്കത് വളരെയധികം ബാധിച്ചൊന്നുമില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ഇരുന്നു. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വിഷമങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെയും കൂടാതെ ഞാൻ ഭയങ്കര ഓവർ തിങ്കർ ആയതുകൊണ്ടും ഇങ്ങനെ ചിന്തിച്ചൊക്കെ ഇങ്ങനെ സങ്കടപ്പെടുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, രാത്രിയിൽ ഇങ്ങനെ വെളുപ്പാങ്കാലത്തൊക്കെ കയറിയത് കൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വെട്ടിയിട്ട വാഴ പോലെ കിടന്ന് ഉറങ്ങി. ഞാൻ സാധാരണ ഒരു ട്രിപ്പിനും ഉറങ്ങുന്ന ഒരാളല്ല. അത് ഈവൻ ബസ്സായിക്കോട്ടെ, ട്രെയിൻ ആയിക്കോട്ടെ, ഫ്ലൈറ്റ് ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. പക്ഷേ ഒരു സൗണ്ട് സ്ലീപ്പൊന്നും അല്ല, എന്നാലും കുറച്ച് ക്ഷീണം ഉണ്ടാവില്ല. ഒരു ടൈമിൻ്റെ ഇതുകൊണ്ട് ഞാൻ കുറച്ച് നന്നായിട്ട് കിടന്ന് ഉറങ്ങി. എന്തായാലും ദുബായ് എത്തുമ്പം പകലാവുമെന്നാണ്. പക്ഷേ നമുക്ക് ഈ ടൈം ഇങ്ങനെ ബാക്കിലോട്ട് പോകുന്നത് നമുക്കറിയാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ഫോണിലായാലും ടൈം നോക്കുമ്പോഴൊക്കെ ആ ഒരു ദുബായിൽ വരുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഡിഫറൻസ് ഉണ്ടാവും. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആ ഒരു ഡിഫറൻസ് ഉണ്ടാവുന്ന നേരത്തെ ഇങ്ങനെ അത് ഞാനിങ്ങനെ നോട്ട് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ആക്ച്വലി ദുബായ് എത്തുന്നതിൻ്റെ കുറേ വ്യൂ ഒക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഞാൻ ഇന്ന് വരെ ദുബായിൽ പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ലേ ഓവറായിട്ടെങ്കിലും ദുബായിൽ ഇങ്ങനെ പോണത്. സോ നല്ല വ്യൂ ആയിരുന്നു മുകളിൽ നിന്നുള്ള. ഞാൻ അങ്ങനെ കുറേ വ്യൂസ് ഇങ്ങനെ എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു കേട്ടോ. രാവിലെ ആയപ്പോൾ ആ ഒരു ചെറിയൊരു സൺലൈറ്റിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് കാണുന്നതൊക്കെ എന്തൊക്കെയാണെന്ന് പോലും ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. പക്ഷേ ഒരു ഭയങ്കര അടിപൊളി ഒരു വ്യൂ ആയിരുന്നു. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമുക്കിങ്ങനെ ഈ ഫ്ലൈറ്റിന് കാണാൻ പറ്റുന്ന വ്യൂസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ സ്ഥലങ്ങളുടെയും അവരുടെ ജോഗ്രഫി അനുസരിച്ച് പല ഡിഫറെൻറ്റ് ബിൽഡിങ്സും. അതുപോലെ തന്നെ ഇവിടെ ദുബായിൽ കൂടുതലും ഡെസേർട്ട് അല്ലെങ്കിൽ ആ ഒരു മണലാരണ്യങ്ങൾ എന്ന് പറയുന്നൊരു സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ അതറിയാം. എസ്പെഷ്യലി റോഡുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്ത് രസമായിരുന്നു ആ റോഡുകളൊക്കെ. ഇങ്ങനെ ഒരു
ഒരു വൈഡ് വ്യൂവിൽ നമുക്കിങ്ങനെ മുകളിൽ നിന്ന് കാണുമ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഈ സ്ഥലം എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. പക്ഷേ കാണുമ്പോൾ ഒരു രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കായിരുന്നു. അങ്ങനെ നമ്മൾ ദാണ്ട് ദുബായിലേക്ക് ഇങ്ങനെ ലാൻഡ് ചെയ്യുകയാണ്. അങ്ങനെ ഫൈനലി ഞാൻ ദുബായിലെത്തി. അത് കാണാനുണ്ടല്ലോ, പാം ട്രീസും അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളാണല്ലോ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഓൾമോസ്റ്റ് ദുബായ് വരെ എമിറേറ്റ്സിൽ കുറേ ഇന്ത്യൻസും മലയാളീസൊക്കെ ആയിരുന്നു. ഓൾമോസ്റ്റ് മലയാളീസൊക്കെ തന്നെയായിരുന്നു കേട്ടോ. മിസ്റ്റർ കാരിയാട് ഓൾറെഡി വന്നുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ വാഷ്റൂമിലൊക്കെ പോയി സെറ്റ് ചെയ്തിട്ട് മാത്രം ഇമിഗ്രേഷനൊക്കെ പോയാൽ മതി. പിന്നെ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ചെക്കിങ് അങ്ങനെ ഒന്നുമില്ല ഇവിടെ. പെട്ടെന്ന് ചെല്ലണം, കുറേ നടക്കാനുണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് നല്ല ഒന്നാന്തരം പണി കിട്ടി. ബിക്കോസ് എൻ്റെ ഗേറ്റ് നമ്പറൊന്നും ടിക്കറ്റിനകത്തും ഷെഡ്യൂളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു എവിടെയും. ഞാൻ എഫ് എന്ന് കണ്ടിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ നിന്ന് തിത്തിത്തായി കളിക്കുന്ന കണ്ടപ്പം മനസ്സിലായി ഒരു ഇന്ത്യക്കാരനെ ഏകദേശം പിടി കിട്ടി, എനിക്ക് പണി കിട്ടി എന്നുള്ളത്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അത് വേറെ ഏതോ ഫ്ലൈറ്റിന് പോകാനുള്ള ക്യൂവിലാണ് ഞാൻ അത്രയും നേരം നിന്നുകൊണ്ടിരുന്നത്. പിന്നെ പുള്ളി പറഞ്ഞു ഇവിടെയൊന്നും അല്ല, സ്ട്രീറ്റാണ്, ഒത്തിരി നടക്കാനുള്ളത്. അങ്ങനെ ഞാൻ ജീവൻ മരണ പോരാട്ടമായിരുന്നു. ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ നടന്നിട്ടും തീരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ കുറച്ചൊന്ന് പാനിക്കായി. പിന്നെ അവനെ വിളിച്ചപ്പോൾ കോള് വാട്സപ്പ് കണക്റ്റ് ആവില്ലല്ലോ, പിന്നെ ബോട്ടിം ഡൗൺലോഡ് ചെയ്യണമായിരുന്നു. അങ്ങനെ വൈഫൈ ഒക്കെ കണക്റ്റായി അവനെ വീഡിയോ കോൾ ചെയ്ത് വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി രണ്ടുപേരും ആകെ കൂടെ പേടിച്ചു. പിന്നെ ഞാൻ വേറെ ഏതോ ഒരു എമിറേറ്റ്സിൻ്റെ റാൻഡം ഒരിടത്ത് കണക്ഷൻ ഡെസ്കിൽ പോയിട്ട് സംസാരിച്ചിട്ട് അവരെനിക്ക് പറഞ്ഞു തന്നു ഷെഡ്യൂൾ ചെയ്തിട്ടില്ല, പക്ഷേ ഏകദേശം ഇവിടെ ആയിട്ട് വരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു 1.5 നടന്നിട്ടാണ് ഞാൻ അവിടെ ചെന്നിരുന്നത്. ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആശ്വാസം വന്നത്. പിന്നെ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും പെട്ടെന്ന് തന്നെ കയറി. അങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് ഇനി അടുത്തതായിട്ട് പോകുന്നത് ഗ്രീസ് ലേ ഓവറിലാണ്. അപ്പം എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാക്കി കാണാം. ബൈ.